PM ഗാർഡൻസ് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഗാർഡനിൽ പോയ വീഡിയോ. അപ്പോൾ അവിടുന്ന് ഞാനൊരു ബൊഗെയിൻവില്ല പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റിൻ്റെ റീപോട്ടിങ് വീഡിയോ ആണ് ഇന്ന്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ഇതാണ് നമ്മൾ ബൊഗെയിൻവില്ല പ്ലാന്റ് റീപോട്ട് ചെയ്യാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന മിക്സ്. ഇതിനകത്ത് 40% ചാണകവും പിന്നെ ഒരു 10% എല്ലുപൊടിയും പിന്നെ ഒരു വളരെ കുറച്ച് മാത്രം വേപ്പിൻ പിണ്ണാക്കവും ആണ് ചേർത്തിരിക്കുന്നത്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, 40% ചാണകം, 10% എല്ലുപൊടി, വളരെ കുറച്ച് മാത്രം വേപ്പിൻ പിണ്ണാക്ക്, 40% ചാണകം എന്നിവയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സാഫ് ഫംഗിസൈഡ് 1 ടീസ്പൂൺ സാഫ് ഫംഗിസൈഡ് ചേർത്ത് കൊടുക്കുകയാണ്, നീല കളറിലുള്ള. ഇത് എല്ലാ വളക്കടകളിലും നമുക്ക് കിട്ടുന്നതാണ്. അതിലേക്ക് മണ്ണ് അത് ചേർത്തതിന് ശേഷം അതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ എല്ലുപൊടിയും സാഫും മണ്ണും ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കണം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ, ചട്ടിക്ക് തുളയിടുകയാണ്. ആദ്യം വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് തുളയിടുകയാണ്. ഇത് പ്ലാസ്റ്റിക് ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ സാധാരണ കത്തി വെച്ചിട്ട് തുളയിട്ടാൽ മതി. ഇത് കണ്ടോ, നമ്മൾ ഇപ്പം ചട്ടി കമത്തി വെച്ചിട്ട് തുളയിടുന്നതാണ് കാണിച്ചത്. ഇപ്പോൾ ചട്ടി നേരെ വെച്ചിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ അകഭാഗമാണ് ഞാനീ കാണിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. നമ്മൾ സാഫ് ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടികൾക്കകത്ത് ഫംഗസ് ഒന്നും വരാതിരിക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഗാർഡനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് മുഴുവൻ എടുത്തു മാറ്റുകയാണ് കേട്ടോ. ഇതുപോലെ എടുത്തു മാറ്റുകയാണ്. ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ എടുത്തു മാറ്റണം. ഇനി നമ്മൾ ചെയ്യുന്നത്, ആ എടുത്തു വച്ചിരിക്കുന്ന മിശ്രിതമില്ലേ, സാഫും ചാണകപ്പൊടിയും മറ്റെല്ലാം ചേർത്ത് എടുത്തു വച്ചിരിക്കുന്ന മിശ്രിതം ചട്ടിയിലേക്ക് നിറയ്ക്കുകയാണ്. ചെടി നടാൻ ആവശ്യമുള്ള മിശ്രിതം നിറച്ചതിന് ശേഷം നമ്മൾ ഈ ചെടി അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ഇനി നമുക്ക് ചെടി ഇതുപോലെ നട്ടു കൊടുക്കാമേ. ഇതുപോലെ നട്ടു കൊടുക്കണം നമ്മൾ ചെടി. കുറേശ്ശെ ആയിട്ട് മുഴുവനും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയിരിക്കുന്ന മിശ്രിതം. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഗാർഡനിൽ നിന്ന് മേടിച്ച ബൊഗെയിൻവില്ല പ്ലാന്റ്. നല്ല രസമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ.
ഇനി ഇതിലേക്ക് ചെറിയൊരു ബേസണിൽ വെള്ളം എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 10 ദിവസം തണലത്തേക്ക് വെയിലില്ലാത്തടത്തേക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം സാധാരണ പോലെ വെയിലത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.